ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ വ്യാഴാഴ്ച ആയിട്ട് നമ്മുടെ ഗെയിമിൽ എന്തൊക്കെയാണ് വരാൻ ചാൻസ്, ഏതൊക്കെ എപ്പിക് കാർഡാണ്, ഏതൊക്കെ ബിഗ് ടൈം കാർഡാണ് വരാൻ ചാൻസ് ഉള്ളത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് നമ്മളുടെ വേൾഡ് കപ്പിൻ്റെ മറ്റേ വോളിയം 5 വന്നിട്ടുണ്ട്. സോ അതിൽ വന്ന പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി ഡേനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് അവസാനം കുറച്ച് വേൾഡ് കപ്പിൻ്റെ കൊണ്ടടിച്ചിരിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് തന്നെ നമുക്ക് ഇന്ന് വന്ന ആ പ്ലെയേഴ്സ് ഉണ്ടല്ലോ, ഇൻ്റർനാഷണൽ കപ്പ് വോളിയം 5 ഉണ്ട്. ഓക്കെ, സോ അതിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഹാലൻഡ് വന്നിട്ടുണ്ട്. ഹാലൻഡ് ബുള്ളറ്റ് ഹെഡർ പ്ലസ് ലോ സ്ക്രീമർ സ്കില്ലായിട്ടോ. അപ്പോൾ അറിയാലോ, ഹാലൻഡ് ആണടിച്ചത് ഞങ്ങളുടെ നെഞ്ചത്തേക്കാണ്. ആസ് എ ബ്രസീൽ ഫാൻ അടികൊണ്ട് ചത്തു. എന്ത് അടിയാണ് അടിച്ചെന്നാലും ഒന്നും പറയണ്ട. അപ്പോൾ ചെങ്ങായിയുടെ കാർഡ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു ഫോക്സ് ഇൻ ദ ബോക്സ് ആയിട്ടാണ്. ലോ സ്ക്രീമറും ബുള്ളറ്റ് ഹെഡർ. ഹെഡ് ബുള്ളറ്റ് തന്നെ ആയിരുന്നു, ലോ സ്ക്രീമർ അമ്മാതിരി അടിയായിരുന്നു. ഡാനിലോടെ നാട്ടെ പൊളിഞ്ഞിട്ട് പോയത്. അപ്പോൾ എന്തായാലും അതിൻ്റെ രീതിയിൽ ആ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ഫിനോൽ ഫിനിഷിംഗ് പ്ലസ് ഫോർട്രസ് പറഞ്ഞ സ്കില്ലായിട്ട് നമ്മുടെ ബെല്ലിങ്ങാമാണ്. എടാ ബെല്ലിങ്ങാം എന്ത് സാധനമാണ്, ആ ചെങ്ങായിയുടെ വർക്ക് റേറ്റ് ഉണ്ടല്ലോ ബ്രോ, ബെസ്റ്റ് മിഡ്ഫീൽഡർ ഇൻ ദി വേൾഡ്. ഓക്കെ, ഒന്നും പറയാനില്ല, ഡിബേറ്റ് ഇല്ല അതിന്. അപ്പോൾ ചെങ്ങായി വന്നിരിക്കുന്നത് ബോക്സ് ടു ബോക്സ് പറഞ്ഞ പ്ലേ സ്റ്റൈലായിട്ടാണ്. പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ കെറ്റ്ലേറ അറിയാലോ, ബെൽജിയത്തിന് വേണ്ടിയിട്ട് ആരുടെ ഒപ്പമായിരുന്നു, USA-ക്കെതിരെ 2 ഗോൾ അടിച്ചു, 1 അസിസ്റ്റും വെച്ചു. സോ ചെങ്ങായി വന്നിരിക്കുന്നത് മാച്ച് ഫീച്ചർ പറഞ്ഞുള്ള സ്കില്ലായിട്ടാണ്. ഇപ്പോൾ 3 കാർഡ് നോക്കുകയാണെങ്കിൽ ടോപ്പ് ബെല്ലിങ്ങാമിൻ്റെ അടുത്ത് തന്നെ, ഒന്നും പറയാനില്ല. മറ്റ് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്. പിന്നെ കെറ്റ്ലേറ വന്നിരിക്കുന്നത് ഡീപ്പ് ലൈൻ ആയിട്ടാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് കാർഡ്സ് വന്നിരിക്കുന്നത്. സോ ഇവരുടെ സ്റ്റാറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബെല്ലിങ്ങാമിൻ്റെ ഇങ്ങനെയാണ് സ്റ്റാറ്റ്സ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രിബിളിംഗ് സെക്ഷൻ ഉണ്ട്. ഡിഫെൻസീവിൽ ആൾക്ക് കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അല്ല, ബെല്ലിങ്ങാം ഒരു ഹോൾ പ്ലെയർ ആയിട്ടാണ്, എൻ്റെ മിസ്റ്റേക്കാണ്, സോറി. പിന്നെ ഫിനിഷിങ് 87, ലോഫ്റ്റഡ് പാസ് 88, ലോ പാസ് 90, സ്പീഡ് ആക്സലേഷനൊക്കെ ഒരു 90ൻ്റെ അടുത്തുണ്ട്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇതാണ് സ്റ്റാറ്റ്സാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്കിൽസ് വേണ്ടതൊക്കെ അടിയിൽ ഇതാ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഹാലൻഡ് നോക്കുകയാണെങ്കിലും അതെ, ഫിനിഷിങ് 97 ഉണ്ട്, കിക്കിംഗ് പവർ 95, ഫിസിക്കൽ കോൺടാക്ട് 93, സ്പീഡ് ആക്സലേഷൻ ഒക്കെ 92, 93, ഒഫൻസീവ് അവർനെസ് 95, ഡ്രിബിളിംഗ് സെക്ഷൻ കുഴപ്പമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കാർഡാണ്. ഫോക്സ് ഇൻ ദ ബോക്സ് ആണ്, പക്ഷേ അതാണ് പ്രശ്നം വരിക. എന്നാലും ഇപ്പോൾ വലിയ പണിയില്ല. ഫോക്സ് ഇൻ ദ ബോക്സ് ഒക്കെ നമുക്ക് ഒരു വിധത്തിൽ കളിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മൂന്നാമത്തെ കാർഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കെറ്റ്ലേറ വന്നിരിക്കുന്നത് ഡീപ്പ് ലൈൻ ഫോർവേഡ് ആയിട്ടാണ്. ഒരു ഏവറേജ് സ്റ്റാറ്റ്സേ പറയാൻ പറ്റുള്ളൂ, കാരണം ആൾ അത്രയ്ക്ക് വലിയൊരു പ്ലെയർ ആയിട്ട് നമുക്ക് ബിഗ് നെയിം അല്ല. ഓക്കെ, അറ്റ്ലാന്റിക്ക് വേണ്ടി കളിക്കണമെങ്കിൽ അത്രയ്ക്ക് ബിഗ് നെയിം അല്ല ആൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡീപ്പ് ലൈൻ ഫോർവേഡ്, AMF ആയിട്ട് അവിടെ കളിക്കാറ് നല്ലൊരു കാർഡാണെന്നുള്ളൂ. ഓക്കെ, പക്ഷേ ആൾക്ക് മെയിനായിട്ട് ഹൈറ്റാണ് മെയിൻ. 192 ഹൈറ്റൊക്കെ ഉണ്ട് ഇതിൽ. അതുപോലെ 93 ഫിനിഷിംഗ് ഉണ്ട്, ഹെഡർ 80 ഉണ്ട്. ആളൊരു ഹെഡഡ് ഗോൾ അടിച്ച്, പിന്നെ ഒരു ടാപ്പിനായിരുന്നു. ഡ്രിബിളിംഗ് സെക്ഷൻ കുഴപ്പമില്ല പറയാം. സ്പീഡ് ആക്സലേഷനൊക്കെ അത്യാവശ്യം ഒരു ഏവറേജ് കാർഡ് എന്ന് പറയുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് ആൾ. അപ്പോൾ വേണ്ട സ്കിൽസ് കൊടുത്തിട്ട് മാച്ച് ഫീച്ചറാണ് ആൾക്ക് വന്നിരിക്കുന്ന സ്കിൽ കേട്ടോ. സോ ഇത്രയാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയ കാർഡ്സ്. പിന്നെ നമ്മുടെ പ്ലെയർ ഓഫ് ദി ഡേയിൽ വന്നിരിക്കുന്നത് ഡേസ് 27 നമ്മുടെ എൻസോ ഫെർണാണ്ടസ് ആണ്. ഇന്നലെ ഈജിപ്തിനെതിരെ ഗോൾ അടിച്ചത്, ലാസ്റ്റത്തെ ഗോൾ കോൺട്രവേഴ്സി പറഞ്ഞ മത്സരമാണ് കേട്ടോ. പിന്നെ ആൾക്ക് വന്നിരിക്കുന്ന സ്കില്ല് ഹെഡിങ് ആണ്. ലൗത്തറോ മാർട്ടിനസ് ഉണ്ട്, പിൻ പോയിന്റ് ക്രോസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. സെൻറ്റർ ഫോർവേഡ് 96. പിന്നെ ഇൽവേഡി അത് കൊളംബിയക്കെതിരെ ഇന്നലെ സ്വിറ്റ്സർലൻഡ്. ഞാൻ കൊളംബിയ ജയിച്ച് കയറുമ്പോൾ അവിടെ വിചാരിച്ച്, പക്ഷേ പ്രഡിക്ഷൻ പറയുന്നത് പെനാൽറ്റിക്ക് എത്തും, എന്നാലും അവിടെ കൊളംബിയ ജയിക്കുന്നത് വിചാരിച്ച്. പക്ഷേ സ്വിറ്റ്സർലൻഡ് അടിച്ചിട്ട് പോയി. നല്ലൊരു ക്ലാഷ് വിചാരിച്ച് നിൽക്കായിരുന്നു ഞാൻ. അറിയാലോ നമുക്ക്, അർജന്റീന വേഴ്സസ് കൊളംബിയ ഇപ്പോൾ ഒക്കെയാലും ഒരു എപ്പിക് മാച്ചാണ്. ഒന്നിലെ പെനാൽറ്റി അല്ലെങ്കിൽ 1-0 അങ്ങനത്തെ ഒരു ക്ലാഷ് ഉണ്ടാവാറ്, പീക്ക് ഫുട്ബോൾ ഉണ്ടാവാറ് ആ നേരത്തൊക്കെ. അപ്പോൾ എന്തായാലും അത് നമുക്ക് മിസ്സായി, കുഴപ്പമില്ല. അപ്പോൾ ഇത്രയാണ് ആൾക്കാർ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളത്തെ കാര്യം നോക്കുകയാണെങ്കിൽ നാളെ നമുക്ക് വരാൻ ചാൻസ് ഉള്ളത് ഇത് തന്നെയാണ്, ഫെർഡിനാൻഡ്, വിയേര, അതുപോലെ തന്നെ ബെല്ലാക്ക്. സോ നാഷണൽ സ്റ്റാർസ് 2006 പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പാക്ക് ഇറക്കി വിടാനാണ് നാളെ ചാൻസ് കൂടുതൽ കേട്ടോ. ഞാനും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ കാർഡ്സ് തന്നെയാണ്. ഫെർഡിനാൻഡും അതുപോലെ തന്നെ വിയേരയും ഒരുമിച്ച് വന്ന കത്തും. അപ്പോൾ കുറേ പേര് ആ പാക്കിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെ സ്കിൽസൊക്കെ നോക്കുകയാണെങ്കിൽ വിഷണറി പാസ് പ്ലസ് ലോങ് റീഡ് ടാക്കിളാണ് നമ്മുടെ വിയേരയ്ക്ക് വരുന്നത്. അപ്പോൾ ബോക്സ് ആവാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും വിയേര വന്നു കഴിഞ്ഞാൽ മിക്കവരും പോകുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ ബിഗ് ടൈം വിയേര ഇതാണ് ചാൻസ് കൂടുതൽ. ഇനിയിപ്പോൾ അടുത്ത പ്ലെയർ ബെല്ലാക്കിൻ്റെ CMF കാർഡാണ്. ആൾ വന്നിരിക്കുന്നത് ലോ സ്ക്രീമർ പ്ലസ് ലോങ് റീഡ് ടാക്ക് പറഞ്ഞ സ്കില്ലായിട്ടാട്ടോ. വന്നിട്ടില്ല, വരാൻ പോവുകയാണെങ്കിൽ വരിക. അപ്പോൾ ആൾ കിട്ടില്ല മിഡ്ഫീൽഡ് അറിയാലോ, ജർമ്മനിയുടെ എക്കാലത്ത് മികച്ച മിഡ്ഫീൽഡ് ഒരാൾ നമ്മുടെ ബെല്ലാക്ക്. അപ്പോൾ എന്തായാലും ആളും വരാൻ ചാൻസ് ഉണ്ട് ഈ കാർഡിൽ, ഈ പാക്കിൽ. പിന്നെ ഫെർഡിനാൻഡ്, സോ എപ്പിക് കാർഡാണ്, ഏരിയൽ ഫോർട്ട് പ്ലസ് ലോങ് റീഡ് ടാക്കിൾ. അപ്പോൾ ഫെർഡിയുടെ മുമ്പ് ഒരു യുണൈറ്റഡ് കാർഡ് വന്നായിരുന്നു, അത് കത്തി, ഇതും കത്തും, ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ 3 കാർഡാണ് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ നമുക്ക് കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിയേര, തുറാം, അതുപോലെ തന്നെ ഡെസേലി 1998 ഫ്രാൻസ് കാർഡ് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ വിയേര 3 പേരും
നോക്കാം നമുക്ക് ഏത് കാർഡ് വരുന്ന അറിയില്ല. പക്ഷേ വിയേര എന്തായാലും വരാൻ ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ വിയേര, തുറാം, മക്ലേലയുടെ ഒരു കാർഡ് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം റൂമേഴ്സ് കേട്ടോ. പിന്നെ നാഷണൽ ഗാർഡിയൻസ് പറഞ്ഞിട്ട് മാനുവൽ ന്യൂയർ, പാട്രിക് വിയേര, ബെർഗോമി എല്ലായിടത്തും വിയേര നിൽക്കുന്നുണ്ട്. അപ്പോൾ വിയേര വരാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷൻസ് താഴെ കമന്റ് കേട്ടോ, ആരാണ് വരിക എന്നൊക്കെ. നാളത്തെ പിന്നെ നോക്കുമ്പോൾ വലിയ രീതിയിൽ വേറെ ചേഞ്ചസ് ഒന്നും കാണുന്നില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇന്നലത്തെ കളിയിലേ ഇന്നലത്തെ കളി ഏതാ സാധനം, ഈജിപ്ത് വേഴ്സസ് അർജൻറ്റീന. അപ്പോൾ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണ്ടോയെന്ന് അറിയില്ല. ഞാൻ ഡെയിലി അതിൽ ഈ ഫുട്ബോളിനെ കുറിച്ചിട്ട് ഈ ക്വാർട്ടർ ഫൈനൽ റൗണ്ട് ഓഫ് 16 സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞായിരുന്നു ഫുട്ബോളിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു ഈ സംഭവം. അർജൻറ്റീന ഈജിപ്റ്റായിട്ട് ഇപ്പോൾ അവസാനം വിളിച്ചിട്ട് തോച്ച് നിൽക്കുകയാണെങ്കിലും തിരിച്ചടിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഓക്കെ, ഇന്നലെ പീക്ക് ഫുട്ബോളായിരുന്നു. 78-ാം മിനിറ്റ് വരെ അർജൻറ്റീന 2-0 പിന്നിലായിരുന്നു. അവിടെ നിന്നാണ് അർജൻറ്റീന 3 തിരിച്ചടിച്ച് നല്ലൊരു എപ്പിക് കംബാക്ക് അടിച്ചിരിക്കണേ. എന്ത് കളിയാടാ ലാസ്റ്റത്തെ 15 മിനിറ്റൊക്കെ നമ്മൾ അൻകാര മെസ്സിനാണോ കണ്ടത്? അത്രയ്ക്കില്ലെങ്കിലും ഈ 39-ാം വയസ്സിൽ അൻകാര മെസ്സിക്ക് പറ്റുന്ന രീതിയിൽ ആൾ പിടച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, സ്കളോനി മാർട്ടിനസിനെ സെൻറ്റർ ഫോർവേഡ് ഇറക്കിയിട്ട് മെസ്സിനെ റൈറ്റിംഗ് ഫോർവേഡ് ആക്കി. എന്ത് കളിയാണ് മനുഷ്യൻ പിന്നെ അവിടെ കളിച്ചത്. ലൗത്താർക്ക് വെക്കുന്ന ഒരു പാസ് ഉണ്ട്, പക്ഷെ അത് ഹെഡ് ചെയ്തിട്ട് പുറത്തേക്കാണ് പോണത്. അതിന് മൂപ്പറ ഡ്രിബിളിങ് പണ്ടത്തെ സാധനം. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ കേട്ടോ. നിങ്ങൾ ഇപ്പോഴും മെസ്സിയുടെ ഇതാക്കി നിൽക്കരുത്. ഞാൻ സത്യസന്ധമായി പറയാലോ, അയാളുടെ കളി നമ്മളെല്ലാ ലൈവിലും പറയാറില്ല തന്നെ. അത് നമ്മൾ മെസ്സിനെ വിമർശിക്കാൻ പോകില്ല. നമുക്കറിയാം കളി എവിടെയാണ് നല്ല കളി കിടക്കുന്നത്. പിന്നെ ഇന്നലത്തെ കളി കുറേ കോൺട്രവേഴ്സി കാണുന്നുണ്ട്. പക്ഷേ അതിൽ ഈ ജയം അങ്ങോട്ടും മങ്ങിപ്പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് അത്രയ്ക്കും ടോപ്പ് ക്ലാസ് വിജയം നേടിയത് അർജൻറ്റീന. 3 ഗോളൊക്കെ 13 മിനിറ്റിൽ തിരിച്ചടിക്കുക. ഇറ്റ്സ് അൺബിലീവബിൾ ബ്രോ. കോൺട്രവേഴ്സി മെയിനായിട്ട് മറ്റേ സലയുടെ ഫൗൾ. സലയുടെ അത് ഫൗളൊന്നല്ല കേട്ടോ. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ബോക്സിൻ്റെ ഉള്ളിൽ മറ്റേ മാക്കലിസ്റ്റർ വന്നിട്ട് ആ പ്ലെയറെ വലിച്ചിട്ടുണ്ട്. അത് ഇറ്റ്സ് എ പെനാൽറ്റി. അത് നോക്കണ്ട. അത് നിങ്ങൾ ഏത് ഫുട്ബോളിലും എടുത്ത് നോക്കിയാലും അതാച്ച പെനാൽറ്റി. പിന്നെ നോക്കുമ്പോൾ മാർട്ടിനസിൻ്റെ ആ ഗോള്, മാർട്ടിനസ് അല്ല സിക്കോ അടിച്ച ഗോള് മാർട്ടിനസിൻ്റെ ഫൗൾ ഉണ്ടോട്ട് ഡിസലോ ചെയ്ത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അത് ഫൗൾ തന്നെയാടാ. അത് ഫൗളാണ്. പക്ഷെ അത്ര ലോങ്ങിലുണ്ടായത് ഒരു 80 മീറ്ററൊക്കെ മുമ്പ് ഇതിലുണ്ടായി. പക്ഷെ അത് പ്ലെയർ വന്നിട്ട് അത് പോയി ഗോൾ അടിക്കണ്ടല്ലോ. പാസ് കൊടുത്തിട്ട് അവിടെ സിക്കോ തന്നെ ആവുന്നുണ്ട്, അത് ഗോൾ അടിക്കണ്ടല്ലോ. സോ അത് ഫൗളാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും അവിടെ കാലുമ ചവിട്ടിയുണ്ട്. പക്ഷേ ഈ സെയിം ഇൻസിഡൻറ്റ് ഓസ്ട്രേലിയക്കെതിരെ അർജൻറ്റീന ഗോൾ അടിക്കണ്ടാ. മാക്കലിസ്റ്റർ ഒന്ന് ബാക്കിലേക്ക് കിക്ക് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ കിക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മാക്കലിസ്റ്ററിൻ്റെ കാലുമൊന്ന ബോൾ തട്ടി ഇൻ്റർസെപ്റ്റ് ആണോ. പക്ഷെ അതിന് വാറ് നോക്കിയില്ല, അത് ഗോൾ ഡിസലോ ചെയ്തില്ല. അപ്പോൾ അവിടെ വേറെ നിയമം, ഇവിടെ വേറെ നിയമം. അപ്പോഴാണ് ഈ കോൺട്രവേഴ്സി വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഞാനൊരു ബ്രസീൽ ഫാനാണ്, അത് ശരിയാണ്. പക്ഷെ ഞാൻ അത് വെച്ച് പറയാൻ നിങ്ങൾ ചിന്തിക്കരുത്. പക്ഷെ നിങ്ങളൊരു ഫുട്ബോൾ ഫാൻ എന്നില്ല ചിന്തിക്കും. അവിടെ അത് ഫൗളല്ല, ഇവിടെ അത് ഫൗളാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് കമൻറ്റിൽ പറയാം കേട്ടോ, അത് വേറെ കാര്യം. അതായത് ഞാൻ പറയാം, നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പിന്നെ വേറെ എങ്ങനെ കോൺട്രസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഒരു നോർമലാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. റെഫറിങ്ങും വാറിൻ്റെ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, അത് വാറ അതിൻ്റെ യൂസ് ചെയ്യണം, അതിൻ്റെ രീതിയിൽ യൂസ് ചെയ്യണം. അല്ല പിന്നെ വാറിനെ ഒഴിവാക്കി വിടണം. ഓക്കെ, ഇപ്പോൾ ഇന്നലെ കൊളംബിയ സ്വിറ്റ്സർലാൻഡായിട്ട് കളിയാണെങ്കിലും അതെ, ലൂയിസ് ടൈസിനൊക്കെ പിടിച്ച് വലിച്ചിടണം നമുക്ക്. അതൊന്നും നമ്മളെവിടെയും കണ്ടില്ല. കാരണം എന്താ, മാങ്ങുള്ള മാവിക്ക് കല്ലെറിയ ആൾക്കാർ. ഇതിപ്പോൾ ബ്രസീലിന് വേണ്ടിയിട്ടുണ്ടായെങ്കിലും അർജൻറ്റീനക്കാരപ്പുറത്തുനിന്ന് ഫയർ ചെയ്യും. പോർച്ചുഗലുകാർ വന്ന് ഫയർ ചെയ്യും. പോർച്ചുഗലിനുണ്ടെങ്കിൽ അർജൻറ്റീന വന്ന് ഫയർ ചെയ്യും, ബ്രസീൽ ഫാൻസും പോയി ഫയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫാൻ ഫൈറ്റ് അടക്കേണ്ടതിൻ്റെ ഉള്ളിൽ. പക്ഷേ മോർ ഓവർ ഇത് കുറച്ച് സീനായിട്ട് ഇന്നലെ. ഓക്കെ, നമ്മൾ കുറേ അർജൻറ്റീന ഫാൻസ് പറഞ്ഞു നമ്മളെടുത്ത സംഭവം. ഈ സംഭവം കാരണം ആ ജയത്തിൻ്റെ ഒരു സെലിബ്രേറ്റ് ചെയ്തില്ല എന്നല്ല, എന്നാലൊരു മങ്ങിന്ന് അതിൻ്റെ ഒരു ക്വാളിറ്റി മങ്ങിപ്പോയി ആ ജയത്തിൻ്റെ. പിന്നെ അവരുടെ ആ മാനേജറൊക്കെ പറഞ്ഞിട്ടില്ലേ, ഇത് മെസ്സിക്കും അർജൻറ്റീനയ്ക്കും വേണ്ടി ഉണ്ടാക്കി ഇതാണ്, ടൂർണമെൻറ്റാണ്, അവരെവിടെ നിലനിർത്താനാണ്, എന്നാലും അവർക്ക് പൈസ ഉള്ളത്, ഓൾ ബിസിനസ്സാണെന്നൊക്കെ ആൾ പറഞ്ഞിട്ട് പോയത്. പിന്നെ ലാസ്റ്റ് മറ്റത് ആ ചങ്ങായി, ആ സിക്കോ പറഞ്ഞ പ്ലെയർ ഉണ്ടല്ലോ ഗോൾ അടിച്ചത്, ആൾ പറഞ്ഞു റിഗഡാണ്, റഫറി മിസ്റ്റേക്കാണ് ഫുള്ള്, ഇത് അവർക്ക് വേണ്ടിയിട്ട് ജയിപ്പിക്കുകയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു പോയി. ഓക്കെ, അത് അവരുടെ കാഴ്ചപ്പാടിൽ അവരാണ്, അവർ തോച്ചിക്കുന്ന ടീമാണ്, അതിൻ്റേതായ ഫ്രസ്ട്രേഷനിൽ അവർ പറയും. ഓക്കെ, അപ്പോൾ ഇത് ഫുട്ബോളിൽ ഉണ്ടാവണതാ, അതിൻ്റെ പേരിൽ എവിടെ പോയിട്ട് തല്ലുണ്ടാക്കല്ലോ കേട്ടോ. അതൊക്കെ ആദ്യം പറയാനുള്ളത്. അതൊരു എൻജോയ്മെൻ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ രാത്രി എന്തായാലും കൂടുതൽ കുണയ്ക്കാൻ ഞാൻ ലൈവായിട്ട് വരണതായിരിക്കും. ഒരു 10 മണി 9:30 ആകുമ്പോൾ ഞാൻ ലൈവ് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി കുണയ്ക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.